പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക 1 ദിനവൃത്താന്തം 9-ാം അധ്യായമാണ്. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ് അമ്മിഹൂദിന്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിന്റെ മകൾ സല്ലു, യെറോഹാമിന്റെ മകൻ ഇപ്നെയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇപ്നിയായുടെ മകനായ റെബുവേലിന്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദയ, യഹോയാറിബ്, യാക്കീൻ, ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മിഷുല്ലാമിന്റെ പുത്രൻ, അവൻ സാദോക്കിന്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിന്റെ പുത്രൻ, അവൻ അഹിത്തൂബിന്റെ പുത്രൻ, മിൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യെറോഹമിന്റെ മകൻ അബയ, ഇമ്മറിന്റെ മകൻ മെഷില്ലേത്തിമിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ യക്സറായുടെ മകനായ അബിയേലിന്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹാഷാബിയായുടെ മകൻ അസ്രിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷെമയ, ബക്ബാക്കർ, ഹേരഷ്, ഗലാൽ, ആസാഫിന്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദുദൂനിന്റെ മകൻ ഗലാലിന്റെ മകനായ ഷെമായുടെ മകൻ ഒബാദിയ, നെഫ്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനയുടെ മകനായ ആസായുടെ മകൻ ബെറക്കിയ, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിന്റെ മകൻ എബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷെല്ലുമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലയാസറിന്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു
പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ മകൻ സക്കറിയ ആയിരുന്നു സമാഗമ കൂടാര വാതിലിന്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലും ആണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ, കർത്താവിന്റെ കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമ ആയിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തിരിക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിന്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാപത്തു തോറും പുതിയ തിരുസാന്നിധ്യ അപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തു വന്നു. സാവൂളിന്റെ പിതൃപുത്ര പരമ്പര. ഗിബയോന്റെ പിതാവായ ജയിയേൽ ഗിബയോനിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നദാബ്, ഗദോർ, അഹിയോ, സക്കറിയ, മിക്ലോത്ത്. മിക്ലോത്തിന്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തു വന്നു. നേറിന്റെ മകൻ കിഷ്. കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, യഷ്ബാൽ. ജോനാഥന്റെ പുത്രൻ മെരിബാൽ. മെരിബാലിന്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്രയ, ആഹാസ്. ആഹാസിന്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റെഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു.